നമ്മളിന്ന് ചെറിയൊരു യാത്രയിലാണ്. കോട്ടയം, അവിടെ നിന്ന് നേരെ കൊല്ലത്തേക്ക്. ഇത് ഏത്ര സ്ഥലം? പൂത്തോട്ട. ഇത് നേരത്തെ പറഞ്ഞ മറ്റേ സൗത്ത് പറവൂരല്ലേ? സൗത്ത് പറവൂർ കഴിഞ്ഞിട്ടുള്ള പൂത്തോട്ട. നല്ല അടിപൊളി ഒരു വീടാണ് കേട്ടോ. ഈ ഒരു പാലം കണ്ട, പാലമല്ല പാടം, എന്ത് രസമുള്ള. ജിബി ഫോട്ടോ ഒക്കെ എടുത്ത് ആടിപ്പാടി വന്നിട്ടുണ്ട്. വേഗം ആവട്ടെ നിങ്ങള്. നമ്മിപ്പോ ഉള്ളത് കോട്ടയത്താണ്ട. കോട്ടയത്തുള്ള ലുലുമാളാണ് ഇപ്പൊ എത്തിയേക്കണത്. നമ്മ ഇതിന്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കട്ടെ എന്താ കാര്യങ്ങളെന്നൊക്കെ. പാർക്കിംഗ് ഏരിയയിലൊക്കെ കണ്ട ആകെ നമ്മുടെ വണ്ടിയും പിന്നെ വേറെ 2 വണ്ടിയും മാത്രമേ ഉള്ളൂ പാർക്ക് ചെയ്തേക്കുന്നത്. നേരത്തെ വന്നേക്കാണ്. ഓപ്പൺ ചെയ്തത് 9 മണിക്കെന്നാണ് പറഞ്ഞത്. ഇപ്പൊ എത്ര മണിയാടാ? 9:04 കറക്റ്റ് ഫസ്റ്റ്. നമുക്ക് മുന്നേ പാർക്കിംഗ് ഏരിയ കണ്ടില്ല, ആകെ 2 വണ്ടിയുള്ളൂ. നമ്മളെ വണ്ടി അടക്കം 3 വണ്ടികളുണ്ട്. ബാക്കി എല്ലാവരും സ്റ്റാഫാണ് കയറിയേക്കണത്. അപ്പൊ ഇതിന്റെ അകത്ത് വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കുമെന്ന് അറിയാൻ പാടില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ എൻട്രൻസ് വന്നത്. ഇവിടെ നിന്ന് കയറി ചെറുതാണ്. ഗ്രൗണ്ട് മൊത്തം കാലിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മ ഫസ്റ്റ് ഫ്ലോറിലെത്തിട്ടാ. ഇവിടെ നോക്കി ഒറ്റ മനുഷ്യയില്ല. ഇവിടെ ആകെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗമാണ് ഫണ്ടോറ പിള്ളേരുടെ. എടപ്പള്ളിയിലെ ഫണ്ടോറ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വൈഡാണ്. ചിലപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടായിരിക്കാം. ഇഷ്ടം മാതിരിയുണ്ട്. ഇവിടെ കുറച്ചുള്ളൂ. അടിപൊളിയാണ് എന്തായാലും. നമ്മ വന്നത് മോർണിംഗ് ആയതുകൊണ്ട് അധികം കസ്റ്റമേഴ്സ് ഒന്നുമില്ല. കസ്റ്റമേഴ്സ് ഒക്കെ കുറവാണ് ഇവിടെ. ഇവിടെ ചമ്മിരിപ്പുണ്ട്. രണ്ടാമൊരു ഫ്ലോറ് വലിയ മാളായിരിക്കും തെറ്റിദ്ധരിച്ച് വന്നാണ്. ഇപ്പൊ ചമ്മിരിപ്പുണ്ട്. എടപ്പള്ളിയിലെ ഒരു വൈബ് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആരും ഇല്ലാത്തൊരു സ്പോട്ട് എടപ്പള്ളിയിൽ നിങ്ങൾക്ക് കാണാനേ പറ്റൂല. 2 ദിവസം ഞാൻ പോവുകയും ചെയ്തു, തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്തു കോട്ടയത്തേക്ക്. വൈകുന്നേരം പള്ളിക്കൂടും അമ്പലത്തിൽ എൻ്റെ കസിൻസ് ഉണ്ടാവും. പോയിട്ടൊക്കെ ചോദിക്കാൻ അത്രയും ഇതായിട്ട് ഞാൻ മിനിസ്റ്റർ. ഇതാണ് ഫാഷൻ സ്റ്റോർ. പക്ഷേ നിലവിൽ ഇവിടെ ലോക്ക് ചെയ്തിട്ടേക്കാം. ഏതാ ഭാഗത്താണല്ലേ? ഇഷ്ടംമാതിരി ബാസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് എടുക്കാൻ കണക്കാക്കിയുള്ളൊരു കസ്റ്റമേഴ്സ് ഇവിടെ ഇല്ല. നമ്മളിപ്പോ നിക്കണതേ വിശുദ്ധ അൽഫോൺസാമ ജീവിച്ച് മരിച്ച് ഇവിടെ തന്നെ അടക്കിയേക്കണം. ആ ഒരു പള്ളിയിലാണ്. കോട്ടയത്താണ്ടോ ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര വിശ്വാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു പള്ളി കൂടിയാണ്. ഒരുപാട് വിശ്വാസികളൊക്കെ ഇവിടെ വന്നു പോകുന്ന ഒരു പള്ളി കൂടിയാണ് ഇവിടെ. ഇതാണ് ആ ഒരു പള്ളി എന്ന് പറയുന്നത്. പള്ളിയുടെ അടുത്തേക്ക് പോയിട്ടുള്ള വീഡിയോ എടുത്തില്ല കേട്ടാ. ഇവിടെ വന്നപ്പോ കണ്ടോ കല്ലിന്റെ രൂപത്തിൽ ഉണ്ടാക്കിയേക്കണ ഒരു സ്പീക്കർ. ഞാൻ വിചാരിച്ചു കല്ലാന്ന് വിചാരിച്ചോണ്ടിരുന്നേ. മല ഒരു രക്ഷയില്ലേ. നമ്മ വന്നുകൊണ്ടിരിക്കുമ്പോ നൈസായിട്ടൊരു പണി കിട്ടിട്ടാ. നല്ലൊരു അടിപൊളി ആണി ടയറിലിട്ട് കുറച്ചുണ്ട്. നമ്മ നിക്കണ സ്ഥലം ഇപ്പൊ കൊല്ലമുണ്ട. നമ്മ വൈകിട്ടാണ് കൊല്ലത്ത് എത്തിയത്.
കൊല്ലത്ത് വന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു കോഴീനെ പൊരിക്കാനായിട്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കോഴീനെ കിട്ടിയില്ല. ആളെ കാണാനല്ലോ, അവനങ്ങോട്ട് പോയി. ഓണറെ കാണാനില്ലല്ലോ. നമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഒരു 6:30 മണിയായപ്പോഴത്തേനും നമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. കൊല്ലത്ത് നമ്മ കവർ ചെയ്തു, കോട്ടയം കറങ്ങി, ആ ഒരു പള്ളിയിലും അവിടെയൊക്കെ കയറി ഇറങ്ങി. അവസാനം നമ്മ ഒരു 6:30 ആയപ്പോഴത്തേനും കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ വല്യപ്പച്ചൻ്റെ വീട്. ഞാനിവിടെ ലാസ്റ്റ് വന്നത് ഒരു 3 വർഷം മുന്നെയാണ് വന്നത്. അന്ന് ഇവിടെ ഇത്രയും ചെടികളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, നല്ല വൈബാണ് ഇവിടെ. ഒരു ചെടികളൊക്കെ നിൽക്കണുണ്ട്. ആ ഒരു വിഷ്വൽസ് ഒക്കെ എടുത്ത് നോക്കിയടാ. ആ ഒരു 3 വർഷം മുന്നേ ആയിരുന്നു ഈ ഒരു വീടിന്റെ പാലുകാച്ചൽ എന്ന് പറയുന്നത്. ആ ഒരു സമയത്താണ് ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ വന്നത്. അപ്പോൾ നമ്മളെ അനിയന്റെ കലാവിരുദ്ധാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. ഇവനാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ആൾക്ക് ഭയങ്കര ഷൈയാണ്. അതുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ വരാനായിട്ട് ഭയങ്കര നാണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മ ഇനിയിപ്പോൾ കോഴീനെ പൊരിക്കണ ആ ഒരു കലാപരിപാടി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ബൈക്ക് ഓടിച്ചിട്ട് വന്നേക്കുന്നത് ഇത്രയും ദൂരം. നമ്മൾ എത്ര കിലോമീറ്റർ കവർ ചെയ്താ? 280. മൊത്തം നമ്മളവിടെ നിന്ന് കോട്ടയം കയറി മൊത്തം 280 കിലോമീറ്ററോളം നമ്മൾ ഈ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. കോഴീനെ പൊരിക്കുന്നുണ്ട്, നിർത്തി പൊരിക്കുന്നത്. എന്തായാലും കുറച്ച് സമയം കൂടി എടുക്കും. വല്യപ്പച്ചനും മക്കളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള വാതിലും ചെല്ലൊക്കെയാണ് ഇവിടെ ഈ വീടിൽ സെറ്റ് ചെയ്തേക്കുന്നത്. നോക്കട ഭയങ്കര ഷൈയാണ്. നീ പേടിക്കല്ലേ, പിന്നെ കുട്ടിയത് കൺഫ്യൂസിംഗ് ആണ്. നമ്മിപ്പോ ടെറസിന്റെ മുകളിലാണ് കോഴീനെ പൊരിക്കാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. വെട്ടൂലല്ല, തൊപ്പി തന്നെയാണല്ലോ പച്ച. നമ്മിന്റെ മുകളിലോട്ട് പോണം. എടാ ഇവിടെ കേബിൾ ഉണ്ട്, തട്ടി താഴ്ത്തു എഴുതിട്ടാ. പട്ടിയിൽ വെച്ചിട്ടുണ്ട്. പട്ടിയുണ്ടാ? പട്ടിയിൽ ഇതാണ് നമുക്ക് വറക്കാനുള്ള നമ്മുടെ ചിക്കൻ. ഇങ്ങനെ ഒഴിക്കണ്ടായിരുന്നു, അല്ലാതെ അങ്ങ് തേച്ചാൽ മതിയായിരുന്നു. കട്ടിക്ക് അങ്ങ് തേച്ചിട്ടാ മതിയായിരുന്നു. ഇതേപ്പോ നമ്മളെ ലെമൺ ജ്യൂസ് ഇതേ ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു ഹാഫ് ലെമൺ ജ്യൂസ്. മലയാളം ഫ്രണ്ട്സ്, നമുക്ക് കോഴീനെ വട്ടം കറക്കാനായിട്ട്, കുത്തി കറക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു വൈ ഷേപ്പിലൊരു കമ്പി വേണം. കമ്പിയല്ല, കമ്പ് വേണം. നമുക്ക് എല്ലാം റെഡിയാക്കി നിങ്ങൾ ചോറുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് കഴിച്ചിട്ട ചോറിനാ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ വെളുപ്പിനെ രാവിലെ 4 മണി ചിന്ന നമ്മൾ വരഞ്ഞ് ഇന്ന് മസാലയൊക്കെ മറന്നു. അങ്ങനെ ഇവിടെയാണ് നമ്മ കോഴീനെ പൊരിക്കാനായിട്ട് പോണത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ വിറക് നല്ല അടിപൊളിയായിട്ട് തീ പിടിപ്പിക്കണം. ഇത് ഈ ഒരു സൈഡിലിരുന്നിട്ട് ആ ഒരു ലിവർ പോലത്തെ ആ ഒരു സംഭവത്തുമ്പോൾ പിടിച്ചിട്ട് വേണം കറക്കിക്കൊണ്ടിരിക്കണം. 2 മണിക്കൂറോളം ഇരുന്ന് കറക്കി ഫൈനലി നമുക്കത് കഴിക്കാൻ പാകത്തിന് സെറ്റായി വരും. നമ്മളെ കോഴി മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ആ കമ്പില് ഇതൊന്നും കോർത്തിട്ട് കറക്കി എടുത്താൽ മതി. ഏകദേശം ഒരു 2 മണിക്കൂറോളം പിടിക്കുന്നൊന്ന് സെറ്റായി വരാനായിട്ട് കേട്ടോ. പൊരിച്ച ചിക്കൻ കമ്പിട്ട് തിരിച്ചു തരണേ. അത് ഹെൽമെറ്റ് വെച്ചെടാ. അതെ, ഐശ്വര്യമായിട്ട് നമ്മളെ കോഴീനെ പൊരിക്കാനായിട്ട് കമ്പിലേക്ക് വെക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ പൊളി സ്ഥലത്ത് വല്ല കോഴി ഇങ്ങോട്ട് നീക്കേ അത് മതിയല്ലേ. ഇനിയൊരു 2 മണിക്കൂറോളം നേരം ഈ ഒരു കോഴീനെ വട്ടത്തിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം. കാരണം എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടണം. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ലേശം ബട്ടർ ഇതിൻ്റെ മേലെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ 2 മണിക്കൂറോളം കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ നമുക്ക് വറുത്ത് അടിക്കാൻ പറ്റും. റബ്ബറായിട്ടൊന്നും റബ്ബർ പോലെ എടുക്കുക.
രാത്രി 2 മണിക്ക് കണ്ടു അതുവഴി. ഫൈനലി നമ്മൾ ചിക്കൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളിതാണ്. ഒരാള് അതെ, നല്ല പീസൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ലെയറായിട്ട് വന്നേക്കണുണ്ടോ. വർഷത്തിലൊരിക്കൽ കണ്ടപ്പോ ഒരു പുള്ളിക്ക് പിടിയിട്ടു ആരാന്ന് അല്ലേ? അത് ലോക്കല്ലടാ നീ. ഇതാണല്ലോ നിന്റെ കൂടിന്റെ. ഞാൻ പിടിക്കാൻ മല നടക്കുക. എന്താ നോക്കി വയ്ക്കാൻ നല്ല ഇതാവും. അറിയില്ലല്ലോ എന്നാലും അധികം നടന്നുണ്ടായി. അവനെ ചോദിച്ചിട്ട് ഞാൻ കണ്ടത് പൈസ പറയാം. അങ്ങനെ അവന്റെ കൂട്ടുകാരനെ കാണാനായിട്ട് പോയി. പിന്നെ ഒരു 2 മണി ആയപ്പോഴത്തേക്കും നമ്മ കൊല്ലത്തുനിന്ന് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 മണിക്ക് തിരിച്ചിട്ട് ഒരു 6:30-7 മണി ആയപ്പോഴത്തേക്കും നമ്മൾ എറണാകുളം കവർ ചെയ്തായിരുന്നു. 2 ഹോട്ടലൊക്കെ കയറി ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. പിന്നെ അങ്ങനെ വന്ന വഴിക്കാണ് നമ്മൊരു കാഴ്ച കണ്ടത്. ഒരു ലൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം. ജയലക്ഷ്മിയുടെ ഒരു പരിപാടിയായിരുന്നു. അകലേന്ന് ഈ ലൈറ്റ് കാണാം. ഞാൻ വിചാരിച്ചു വല്ല പരിപാടിയൊക്കെയാണെന്ന് വിചാരിച്ചു. പക്ഷെ അടുത്തെത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം മനസ്സിലായത്. ഒരുപാട് ആൾക്കാരൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ ബൈ.